ഇന്നാണ് ഷാഹിനയുടെ വിവാഹം. നിക്കാഹ് കഴിഞ്ഞ് ഭർത്താവ് സന്തോഷത്തോടെ അവളുടെ കഴുത്തിൽ മഹറണിയിച്ചു. അല്പസമയത്തിനുള്ളിൽ അതാ ഷാഹിനയെ കൈപിടിച്ചുകൊണ്ട് ഭർത്താവ് ഷറഫുദ്ദീൻ അതാ ഇറങ്ങി. ഷാഹിനയുടെ കണ്ണിൽ കണ്ണുനീർത്തുള്ളികൾ. പ്രിയപ്പെട്ട ഉമ്മയെയും ഉപ്പയെയും കെട്ടിപ്പിടിച്ചു അവർക്ക് ചുംബനങ്ങൾ നൽകി. അതെ, ഏതൊരു പെണ്ണും കുറച്ചു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകണമല്ലോ. പൊന്നുമോളെ, കരയല്ലേ, നിനക്ക് നല്ല ജീവിതം അള്ളാഹു നൽകട്ടെ. ഉമ്മയും ഉപ്പയും അവളെ ആശ്വസിപ്പിച്ചു. ഷറഫുദ്ദീൻ്റെ കൈകളിൽ തങ്ങളുടെ പൊന്നുമോൾ ഷാഹിനിയെ ഏൽപ്പിച്ചുകൊണ്ട് ഉപ്പ പറഞ്ഞു, മോനെ, എൻ്റെ മോളെ നല്ല രീതിയിൽ നോക്കണം കേട്ടോ, ഉപ്പ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അതാ അവരെ യാത്രയാക്കി. ഷറഫുദ്ദീൻ്റെയും ഷാഹിനിയുടെയും ആദ്യ രാത്രി. ഷറഫുദ്ദീൻ അവൾക്ക് താങ്ങായും തണലായും നിന്നു. ഷാഹിന, മോൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഉമ്മയും ഉപ്പയും വിട്ടുപോയതിൽ വിഷമിക്കണ്ട, നമുക്കവരെ കാണാനൊക്കെ പോവാട്ടോ. മോൾ കരയണ്ട, മോൾക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാനത് നിറവേറ്റിത്തരും. സന്തോഷത്തോടെ സ്നേഹത്തോടെ അവരുടെ ദാമ്പത്യ ജീവിതം തുടർന്നു കൊണ്ടിരുന്നു. എന്നാൽ ഒരു ദിവസം ഷറഫുദ്ദീൻ അല്പം സങ്കടത്തോടു കൂടി അവളുടെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഷാഹിന, എന്തേക്ക? അത് എനിക്കിനി പോകാൻ വെറും 2 ആഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. അർബ വിളിക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞ ഡേറ്റിന് അവിടെ എത്തണം. അവിടുത്തെ ജോലിക്കാരൻ പോവുകയാണത്രേ. എനിക്ക് പെട്ടെന്ന് പോകണം. എന്നാൽ അത് കേട്ട ഷാഹിന വിതുമ്പിക്കരഞ്ഞു. ഇക്ക, നമ്മുടെ മധുവിധു തുടങ്ങും മുമ്പേ നിങ്ങൾ പോവുകയാണോ? അതേടി, എന്നാലും ഇത്രയും ദിവസം നിന്നതും വലിയ ഭാഗ്യല്ലേ. ഇൻഷാ അല്ലാ ഞാൻ പോയിട്ട് വൈകാതെ നിനക്ക് വിസ അയച്ചു തരും കേട്ടോ. ഇൻഷാ അല്ലാ ഒരു 3 മാസത്തിനുള്ളിൽ നിനക്ക് ഞാൻ വിസ അയച്ചു തരും. നീ വരണം, നമുക്ക് ഒരുമിച്ച് അവിടെ ജീവിക്കാം. ഇവിടെ കൂടുതലൊന്നും പറ്റില്ല പെണ്ണെ. ഏറി വന്ന 3-4 മാസം മാത്രമേ ലീവ് തരുള്ളൂ. നമുക്ക് അവിടെ ജീവിക്കാം. ഞാൻ 3 മാസത്തിനകം തന്നെ എൻ്റെ പെണ്ണിനുള്ള വിസ അയച്ചു തരും കേട്ടോ. അവൾക്ക് അല്പം സമാധാനം തോന്നി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ആ ആഴ്ച വന്നെത്തി. നാളെയാണ് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഷറഫു ഗൾഫിലേക്ക് പോകുന്നത്. പോകാനുള്ള സാധനങ്ങളെല്ലാം അവൾ ഒരുക്കി കൊടുത്തു. എല്ലാം പെട്ടികളും എല്ലാം ഒരുക്കുന്നതിനിടയിലും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. ഷാഹിന, മോളെ, നീ എന്തിനെങ്ങനെ കരയുന്നത്? ഇൻഷാ അല്ലാ 3 മാസത്തിനുള്ളിൽ നിന്നെ ഞാൻ കൊണ്ടുപോകുമല്ലോ. നീ എന്തിനെ വിഷമിക്കുന്നത്? 3 മാസം മാത്രമല്ലേടി നമ്മൾ അകന്നു കഴിയുള്ളൂ. പക്ഷേ അവരുടെ ആ ഒരു സ്നേഹത്തിന് മുമ്പിൽ 3 മാസം അത് വലിയൊരു കാലാവധിയായിരുന്നു. ഇക്ക, ഞാൻ എങ്ങനെ ഇത് സഹിക്കും? സാരമില്ല, ക്ഷമിച്ചേ പറ്റൂ. നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ. അങ്ങനെ ഏതാ പിറ്റേ ദിവസം ആ രാത്രിയിൽ അവർക്ക് ഉറക്കമുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ അതാ ഷറഫു ഇറങ്ങുകയാണ്. എല്ലാവരും അവിടെ വന്നെത്തിക്കഴിഞ്ഞു. ഉമ്മയോടും ഉപ്പയോടും സലാം പറഞ്ഞു. ഉപ്പ പോയിട്ട് വരാം, ഉമ്മ പോയിട്ട് വരാം. ഷറഫു തേങ്ങലോടെ ഇറങ്ങുകയാണ്. അവസാനമായി തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അരികിലേക്ക്, ബെഡ്റൂമിലേക്ക് അവൻ കടന്നു ചെന്നു. അതെ, ഒരു മൂലയിൽ വിതുമ്പിക്കരയുന്ന ഷാഹിന. മോളെ ഷാഹിന, പെണ്ണെ, ഞാൻ പോട്ടെ കേട്ടോ. ഇൻഷാ അല്ലാ 3 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഗൾഫിൽ വെച്ച് കാണാം. അസ്സലാമു അലൈക്കും. നേരിയതാ അവൻ അവളെ കെട്ടിപ്പിടിച്ച് ഒരുപാട് ചുംബനങ്ങൾ അർപ്പിച്ചു. അതെ, അവൾ ആ കൈകൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. എന്നാൽ പതുക്കെ അവനത് വിടുവിച്ചു. വിട് പെണ്ണെ, നമുക്ക് ഒരുമിക്കാലോ ഇൻഷാ അല്ലാ ഇനിയും. അങ്ങനെ അത് അപ്പോഴേക്കും എയർപോർട്ടിലേക്ക് ആരൊക്കെയാണ് പോകുന്നത് എന്ന് പറഞ്ഞു. അതെ, ഉമ്മ പറഞ്ഞു, ഞാനില്ല, എനിക്കത് കാണാൻ കഴിയില്ല എൻ്റെ പൊന്നുമോൻ. അങ്ങനെ അതാ അനിയനും അവൻ്റെ 2 കൂട്ടുകാരും കൂടി അവരെ എയർപോർട്ടിലേക്ക് കൊണ്ടാക്കുകയാണ്. ഷാഹിന ആ കാറ് നോക്കി നിന്നു. അവൾ വിതുമ്പിക്കരഞ്ഞു. ഇല്ല, പോയി. അവൾ തിരിച്ച് തൻ്റെ റൂമിലേക്ക് വന്ന് പൊട്ടിക്കരഞ്ഞു. അദ്ദേഹത്തിൻ്റെ മണമുള്ള ആ ഷർട്ട് അതവൾ മുഖത്തോട് ചേർത്ത് ഒരുപാട് വിതുമ്പിക്കരഞ്ഞു. ഇക്ക, നിങ്ങളുടെ ഈ സ്മെല്ല് എനിക്ക് മറക്കാൻ കഴിയില്ലേക്ക. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവസാനമായി അഴിച്ചിട്ട ആ ഒരു അദ്ദേഹത്തിൻ്റെ മണമുള്ള ആ ഒരു ഷർട്ട് അത് അവൾ അലക്കാതെ അവിടെ തന്നെ വെച്ചു. എന്തെന്നറിയില്ല, ആ സ്മെല്ല് അവൾക്ക് കൂടുതൽ തൻ്റെ പ്രിയപ്പെട്ട ഷർഫ് തൻ്റെ കൂടെയുള്ള പോലെയാണ് ആ റൂമിലേക്ക് വരുമ്പോൾ. അതുകൊണ്ട് തന്നെ അതവൾ ഭദ്രമായി സൂക്ഷിച്ചു. അതെ, തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ഓർമ്മകൾ. ഫോൺ കോൾ വന്നു.
ആ ഒരു ശബ്ദം കേട്ടപ്പോൾ വിതുമ്പിപ്പോയി. ഷാഹിന, മോളെ വിഷമിക്കല്ലേ, വെറും 2-3 മാസത്തിനുള്ളിൽ ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുപോരും, നീ വിഷമിക്കല്ലേ പെണ്ണെ. അവൾ പഴയ പോലെ ആക്റ്റീവായി തുടങ്ങി. അടുക്കളയിൽ എല്ലാ കാര്യവും ചെയ്തു തുടങ്ങി. ഉമ്മയുടെയും ഉപ്പയുടെയും കാര്യങ്ങളെല്ലാം നോക്കി. വീട്ടിലുണ്ടായിരുന്ന അനിയൻ അവൻ്റെ കാര്യങ്ങളും അവൾ ചെയ്തു കൊടുത്തു. കാരണം ഉമ്മാക്കൊക്കെ സുഖമില്ലാത്തതല്ലേ, അവന് ജോലിയും ഉള്ളതല്ലേ, അതുകൊണ്ട് തന്നെ അവൻക്കുള്ളതും അവൾ ഒരുക്കി കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ ഷാഹിന ആ ഒരു കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ വീട്ടിലെ നല്ലൊരു പെണ്ണായി മാറി. ഉമ്മാക്കും ഉപ്പാക്കും അവളില്ലാതെ കഴിയുന്നില്ല. മോളെ ഷാഹിന വീട്ടിലേക്ക് പോകുമ്പോൾ തന്നെ അവർക്ക് വിഷമമാണ്. മോള് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ വീട് ഇറങ്ങും മോളെ. ഉമ്മ, ഞാൻ 2 ദിവസം മാത്രമേ നിൽക്കുള്ളൂ കേട്ടോ. സ്നേഹത്തോടെ ആ ഉമ്മയെയും ഉപ്പയെയും അവൾ നല്ല രീതിയിൽ നോക്കി. ഷറഫിൻ്റെ ഭാര്യ, അതെ, നല്ല വീടിനൊത്ത ഒരു പെണ്ണ് തന്നെയായിരുന്നു എല്ലാം കൊണ്ടും. എന്നാൽ അവൾ ആ ദിവസം എണ്ണിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതെ, 1 മാസം കഴിഞ്ഞു, ഇനി 2 മാസം കൂടി കാത്തു കഴിഞ്ഞാൽ എനിക്കെൻ്റെ പ്രിയപ്പെട്ട ഇക്കയുടെ അടുത്തേക്ക് പോകാം, ഇക്കയുടെ കൂടെ സുഖമായി ജീവിക്കാം ഇൻഷാ അല്ലാ. അതിനു വേണ്ടി ഞാൻ കൊതിക്കുന്നു. എന്നും ഫോൺ ചെയ്യുമ്പോൾ അവൾ പറയും, ഇക്ക ഇനി എത്ര ദിവസം? പെണ്ണെ, ഇനി 1.5 മാസമേ ഉള്ളൂ എൻ്റെ പെണ്ണ് എൻ്റെ അരികിലേക്ക് വരാൻ. എന്നിട്ട് നമുക്ക് ഇൻഷാ അല്ലാ ഇവിടെ ജീവിക്കാം. നാട്ടിൽ ജീവിക്കാൻ നമുക്ക് പറ്റില്ലടി. കാരണം ഇവിടെ ജോലി ചെയ്യുമ്പോൾ അതിൻ്റേതായ നിബന്ധനകളും കാര്യങ്ങളും ഉണ്ടാവില്ലേ. ഒരു സമാധാനം ഇല്ലാത്ത ജീവിതമായിരിക്കും. എൻ്റെ പൊന്നു മോളെ കൂടെ നമുക്ക് ഇവിടെ നമ്മുടെ നല്ല ജീവിതം തുടങ്ങാം കേട്ടോ. വിഷമിക്കല്ലേ മുത്തേ. ഇക്ക, അതെ, ഉമ്മയും ഉപ്പയും വിട്ടുപോകുന്നതിലും സങ്കടമുണ്ട്. അത് സാരല്ലടി, വീട്ടിലത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ എന്നും അവിടെ നിന്നാൽ ശരിയാവില്ലല്ലോ, നമുക്കും ഒരു ജീവിതം വേണ്ടേ. അങ്ങനെ അതാ അവർ സന്തോഷത്തോടു കൂടി ഒരുപാട് സമയം ഫോണിലൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കും. ഒരു ദിവസം അതാ ഷാഹിന പതിവ് പോലെ റൂമിലേക്ക് വന്നു. തൻ്റെ പ്രിയപ്പെട്ട ഇക്കയുടെ വീഡിയോ കോൾ പ്രതീക്ഷിച്ചിരുന്നു. എന്താ ഇക്ക വിളിക്കാത്തത്? സമയം 5 മിനിറ്റ് 10 മിനിറ്റ് കറക്റ്റ് ടൈമിന് വിളിക്കുന്നതാണല്ലോ ജോലി ഡ്യൂട്ടി കഴിഞ്ഞാൽ. ഇതിപ്പോൾ എന്തു പറ്റി? തിരിച്ച് വിളിച്ചു നോക്കണോ? വിളിക്കുന്നത് കാണാനായിട്ട് അവൾക്ക് തോന്നി, എന്നെ മറന്നോ? അങ്ങനെയൊന്നുമില്ല, ഒരു ദിവസം ഒന്ന് ലേറ്റ് ആകുമ്പോഴേക്കും ഇത്രമാത്രം ടെൻഷനാകാൻ പാടില്ലല്ലോ. അവൾ തിരിച്ച് വിളിച്ചു. എന്നാൽ ഫോൺ എടുത്തത്, ഹലോ, അതെ, തൻ്റെ ഇക്കയുടെ ശബ്ദമല്ലായിരുന്നു. ഹലോ, ഇത് ഷറഫുക്ക. പെങ്ങളെ, ഞാൻ ഷറഫുവിൻ്റെ ഫ്രണ്ടാണ്. അവന് ചെറിയൊരു അപകടം പറ്റിയിട്ടുണ്ട്. ഒന്നുമല്ല, ചെറിയൊരു ആക്സിഡൻറ്റ്. അപ്പോൾ ICUവിലാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് ഞാൻ അവന് ശരിയായിട്ട് വിളിക്കാൻ പറയാം കേട്ടോ. ഓക്കെ. എന്നാൽ അത് കേട്ടതും കൈകാലുകൾ തളർന്നു പോയി. റബ്ബേ, എൻ്റെ ഷറഫുക്കാക്ക് എന്ത് പറ്റി? അവൾ ഓടി അതാ താഴേക്ക് ഇറങ്ങി. ഉമ്മ, അപ്പോഴേക്കും അതാ അനിയനും അവിടെ എത്തിയിരുന്നു. ശരിക്കും അനിയൻ്റെ മുഖം വല്ലാതായിരിക്കുന്നു. മോനെ, എന്തു പറ്റിയടാ ഇക്കാക്ക്? അത് ഇക്കാക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഉമ്മയും ഉപ്പയും അത് അറിഞ്ഞു കഴിഞ്ഞിരുന്നു. അത് ഷറഫുക്ക ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു എന്നുള്ള സത്യം. ഷാഹിന വിതുമ്പിക്കരഞ്ഞു. ഇല്ല, അടുത്ത മാസം ഞാൻ പോകാൻ നിൽക്കായിരുന്നു ഇക്കയുടെ അടുത്തേക്ക്. മോനെ ഷാഹുൽ, പറയടാ, എന്താ ഇക്കാക്ക് പറ്റിയത്? എന്നോട് പറയടാ. ഒന്നുമില്ല, അത് ഒന്നുമില്ല. എന്നാൽ അതാ അപ്പോഴേക്കും അതവൾക്ക് ഏറെക്കുറെ ബോധ്യമായി. എൻ്റെ ഇക്ക ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിരിക്കുന്നു എന്നുള്ള യഥാർത്ഥ സത്യം. അവൾ ആ റൂമിലേക്ക് കയറി പൊട്ടി കരഞ്ഞു. തൻ്റെ പ്രിയപ്പെട്ട കഴിച്ചിട്ട് പോയ ആ ഡ്രസ്സ് അവൾ മുഖത്തോട് ചേർത്ത്, ഇക്ക ആവില്ല, നിങ്ങളില്ലാതെ ജീവിക്കാനാവില്ല ഇക്ക, എന്നെ കൂടെ കൊണ്ടുപോയിക്കൂടായിരുന്നോ? അവൾ വിതുമ്പി കരഞ്ഞു. എല്ലാവരും അവളെ ആശ്വസിപ്പിച്ചു. മോളെ എങ്ങനെ കരഞ്ഞാൽ എങ്ങനെ? അപ്പോഴേക്കും അവളുടെ വീട്ടുകാരെല്ലാവരും എത്തി. മോളെ, പടച്ചോൻ്റെ വിധിയല്ലേ, എന്താ ചെയ്യുക? അവിടെ നിന്നൊക്കെ ആക്സിഡൻറ്റ് പറ്റി ബാക്കിയാകാന്ന് വെച്ചാൽ വല്ലാത്തൊരു ഭാഗ്യം തന്നെ വേണം മോളെ. അല്ലെങ്കിൽ അങ്ങനെ ബാക്കിയായിട്ടും എന്താ, കയ്യും കാലും വേർപെട്ട് കിടക്കുന്ന ഒരു അവസ്ഥ, നട്ടലിന് ക്ഷതം പറ്റി കിടക്കുക എന്നൊക്കെ പറഞ്ഞ് ആരാ മോളെ നോക്കാൻ കഴിയുമോ? പഠിച്ചോൻ്റെ അടുത്തേക്ക് പോയിക്കോട്ടെ, അതന്നെയല്ലേ നല്ലത്. എല്ലാവരും ഓരോന്ന് പറഞ്ഞു. അവൾക്ക് തൻ്റെ പ്രിയപ്പെട്ട ഷറഫ് മാത്രമായിരുന്നു മനസ്സിൽ. ആ ഫോട്ടോ നോക്കി അവൾ കരഞ്ഞു. ഇക്ക, ഒരുമിച്ച് ജീവിച്ച് കൊതി തീർന്നില്ലല്ലോ ഇക്ക, അപ്പോഴേക്കും പോയില്ലേ? അതെ, തൻ്റെ പ്രിയപ്പെട്ട ഷറഫു, തൻ്റെ എല്ലാമെല്ലാമായ ഷറഫു തന്നെ വിട്ടു പിരിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ള യഥാർത്ഥ സത്യം മനസ്സിലാക്കാൻ അവൾക്ക് ടൈം എടുത്തു. അവൾ വിങ്ങിപ്പൊട്ടിക്കരയുകയാണ്. മോളെ, നീ ഇങ്ങനെ കരയല്ലേ, ഖുർആൻ എടുത്തു വെച്ച് ഓത് അവൻക്ക് വേണ്ടിയിട്ട്.
അപ്പോഴേക്കും ആരൊക്കെ പറഞ്ഞു മയ്യത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവിടെ തന്നെ മറവ് ചെയ്യാണ് എന്നാണ് കേട്ടത്. അതുകൂടി അവൾ കേട്ടപ്പോൾ വിങ്ങി പൊട്ടിക്കരഞ്ഞു. അതെ, തൻ്റെ പ്രിയപ്പെട്ട ഇക്കയുടെ മണമുള്ള ഈ ഒരു മണിയറ അതവൾക്ക് എന്തെന്നില്ലാത്ത ഒരു മണ്ണറയായ പോലെയായി. തൻ്റെ ഇക്ക മണ്ണറയിൽ കിടക്കുമ്പോൾ ഞാൻ ഈ മണ്ണറയിൽ ഒറ്റയ്ക്ക്. അവൾ ഓരോന്ന് ആലോചിച്ചു. അങ്ങനെ 1, 2, 3 ദിവസങ്ങൾ കഴിഞ്ഞു പോയി. എല്ലാവരും വീട്ടിൽ നിന്ന് വേർപിരിഞ്ഞു പോയി തുടങ്ങി. അവൾ ആ മണിയറയിൽ തനിച്ച് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി ഖുർആൻ പാരായണം ഓതി നമസ്കരിച്ച് കൊണ്ടിരുന്നു. എന്നാൽ വീട്ടുകാർ പറഞ്ഞു, മോളെന്നാ അങ്ങോട്ട് പോന്നോട്ടെ, ഇതവിടെയും ഇരിക്കാലോ. എന്നാൽ അവൾ പറഞ്ഞു, ഉമ്മ ഉപ്പ, എൻ്റെ ഇക്കയുടെ മണമുള്ള ഈ മുറി വിട്ട് ഞാൻ എങ്ങനെ പോരും ഉമ്മ, എനിക്കതിന് കഴിയില്ല, ഞാനിവിടെ തന്നെ നിന്നോളാം, എൻ്റെ ഇക്കയുടെ മണമുള്ള മുറി. അവൾ ആ റൂമിൽ തന്നെ അത് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരുന്നു. മാസങ്ങൾ കഴിഞ്ഞുപോയി. വീട്ടുകാർ വിളിക്കും, അവൾക്ക് പോകുവാനേ തോന്നുന്നില്ല. വല്ലാത്തൊരവസ്ഥ. എന്നാൽ ഈ സമയം ഇദ്ദയുടെ കാലാവധിയെല്ലാം കഴിഞ്ഞു. ഷറഫുവിൻ്റെ ഉമ്മയും ഉപ്പയും വിചാരിച്ചു, അല്ല, നമ്മളെ മോളുടെ ഹിദ്ദയുടെ കാലാവധിയൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ അവൾ ഈ ഒരു നിലയിൽ ഇവിടെ ഇരുത്തുന്നത് ശരിയല്ലല്ലോ. ഇവിടെ ഇരുത്തിക്കഴിഞ്ഞാൽ ആളുകൾ പലതും നീ തെറ്റിദ്ധരിക്കും. കാരണം വലിയൊരു പെണ്ണ് കെട്ടാനായ മോന് നമുക്കുണ്ട്, പിന്നെ ഭർത്താവുമില്ല, ഞാനും നീയും പ്രായമായവരും. അങ്ങനെ ആവുമ്പോൾ ഇക്ക, ഞാനും അത് തീരുമാനിച്ചു. എനിക്കും ചിലത് പറയാനുണ്ട്. എന്താ നിൻ്റെത് മനസ്സിലുള്ളത്? നമുക്ക് നമ്മളെ മോനെ കൊണ്ട്, അതായത് ഷാഹുലിനെ കൊണ്ട് അവളെ അങ്ങ് കെട്ടിച്ചാലോ? ഏതായാലും ചെറിയ പ്രായമുള്ള പെണ്ണല്ലേ, അധികം ജീവിച്ചിട്ടില്ലല്ലോ അവർ, അപ്പോഴേക്കും പോയില്ലേ ഓനെ. എന്നാൽ പിന്നെ നമ്മുടെ പൊന്നു മോൻക്കും അതൊരു സന്തോഷമായിരിക്കും. അല്ലാതെ ഇനി വിധവയായി അവളുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അവളുടെ ജീവിതം എന്തായി തീരും? അതുകൊണ്ട് നമ്മൾക്ക് തന്നെ ഇവരെ അങ്ങ് ഓനെ കൊണ്ട് കെട്ടിച്ചാലോ? ശരിയാണ്, എൻ്റെ മനസ്സിലും തോന്നിയ കാര്യമാണിത്. എന്നാൽ ഈ സമയം അതാ ആ കാര്യം അവർ ഷാഹിനിയോട് പറയുവാൻ വേണ്ടി നിൽക്കുന്നു. ഒരു ദിവസം അവൾ അടുക്കളപ്പണിയിൽ പതിവ് പോലെ മുഴുകിയിരിക്കുമ്പോൾ അവളെ ഉമ്മ വിളിച്ചു. മോളെ. ആ ഉമ്മ, എന്താ ഉമ്മക്ക് ചുടുവെള്ളം വേണോ? വേണ്ട മോളെ, ഒരു കാര്യം മോളോട് പറയാനുണ്ടായിരുന്നു. എന്തു ഉമ്മ? അതെ മോളെ കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല സങ്കടമുണ്ട്. എൻ്റെ ഷറഫുവിൻ്റെ പെണ്ണാണെങ്കിൽ ശരിയാണ്, പക്ഷേ എൻ്റെ ഷറഫുവിൻ്റെ മനസ്സിനൊരു സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് ഒരിക്കലും പറഞ്ഞയക്കരുത്. അതിനു വേണ്ടിയിട്ട് മോൾക്ക് ഷാഹുലുമായുള്ള വിവാഹത്തിന് മോൾ തയ്യാറാകുമോ? എന്നാൽ മോള് പുറത്ത് ഇവിടെയും പോവണ്ടല്ലോ. മോളെ ഷാഹുൽ കല്യാണം കഴിക്കുന്നതിൽ മോൾക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? അത് കേട്ട് അവൾ ഞെട്ടി. ഉമ്മ, നിങ്ങൾ എന്തേ പറയുന്നത്? എൻ്റെ അനിയനെ പോലെയാണ് ഞാൻ അവനെ കണ്ടത്. എനിക്കതിന് കഴിയില്ലുമ്മ. മോളെ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. നിനക്ക് അത്രയല്ലേ പ്രായമായിട്ടുള്ളൂ. എത്രയായാലും അവൻ തന്നെയാണ് നിൻ്റെ മൂത്തത്. അതുമാത്രമല്ല, എൻ്റെ ഷറഫുവിൻ്റെ മനസ്സിനൊരു സന്തോഷമായിക്കോളും. അല്ലാതെ നിന്നെ പുറത്തേക്ക് വീട്ടിലേക്ക് വിട്ട് കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കേണ്ട അവസ്ഥ വരൂലേ മോളെ നിനക്ക്? ഉമ്മ, ഞാൻ എന്താ ചെയ്യുക? അവൾക്ക് അത് ആലോചിക്കാൻ കൂടി കഴിഞ്ഞില്ല. അവൾ നേരെ തൻ്റെ ബെഡ്റൂമിലേക്ക് പോയി തൻ്റെ പ്രിയപ്പെട്ട ഇക്കയുടെ ഫോട്ടോ നോക്കി ഒരുപാട് കരഞ്ഞു. ഇക്ക, എനിക്കെങ്ങനെ അതിന് കഴിയുമോ? നിങ്ങൾ മാത്രമല്ലേ എൻ്റെ മനസ്സിലുള്ളത്. മറ്റൊരാൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് പോലും എനിക്ക് വിചാരിക്കാൻ കഴിയുന്നില്ല. ഇക്ക, ഇപ്പം നമ്മുടെ ഷാഹുലിനെ കൊണ്ട് എൻ്റെ കല്യാണക്കാരൻ പറയുന്നുണ്ട്. ഇക്ക, അവൾ വിതുമ്പി കരഞ്ഞു. അവൾക്കത് ഉൾക്കൊള്ളാൻ പോലും കഴിഞ്ഞില്ല. പക്ഷേ ഈ ഉമ്മയുടെയും ഉപ്പയുടെയും അവസ്ഥ കാണുമ്പോൾ അവൾക്ക് അവരെ വിട്ടിട്ട് പോകുവാനും തോന്നുന്നില്ല. പാവം, ഉമ്മയും ഉപ്പയും ഉപേക്ഷിച്ച് ഞാൻ എങ്ങനെ പോകും? ഞാനുള്ളത് കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. പാവമാണ് ആ ഉമ്മയും ഉപ്പയും. അതെ, തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി അവൾ അവളുടെ ജീവിതം ഒഴിഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ കാര്യങ്ങളെല്ലാം അവൾ നല്ല രീതിയിൽ പൂർത്തീകരിച്ചു. എന്നാൽ ഈ സമയം അതാ ഷാഹുൽ ഒരു ദിവസം ജോലി കഴിഞ്ഞു വന്ന് റൂമിലേക്ക് കടന്നിട്ടുണ്ട്. വാതിൽ അടച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ഉമ്മ അവൻ്റെ റൂമിനടുത്തേക്ക് ചെന്നു വാതിലിൽ മുട്ടി. മോനെ, മോനെ. അവൻ വാതിൽ തുറന്നു. ഉമ്മ, എന്ത് വിളിച്ചത്? മോനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാര്യോ?
എന്ത് കാര്യം? അതേ മോനെ, നിന്റെ ജ്യേഷ്ഠൻ മരണപ്പെട്ടു എങ്കിലും നമ്മൾ ഒന്നും മറക്കാൻ പാടില്ലല്ലോ ആ കാര്യങ്ങളൊന്നും. ഉമ്മ എന്താ പറയുന്നത്? മോനെ, ഞാനൊരു കാര്യം പറയാം. അതായത് ഷാഹിനയെ എൻ്റെ മോൻ വിവാഹം കഴിക്കണം. അതായത് അങ്ങനെ ചെയ്തില്ല എങ്കിൽ അവളെ ഇനി പുറത്ത് വേറെ എവിടെയെങ്കിലും വീട്ടിലേക്ക് കല്യാണം കഴിച്ചയക്കും. പാവമാണ് ആ പെണ്ണ്. നമ്മുടെ പൊന്നുമോൻ ഷറഫിന് വേണ്ടി എൻ്റെ കുട്ടിക്ക് ഈ ഒരു ത്യാഗം ചെയ്യാൻ മോന് തയ്യാറാവോ? എന്നാൽ അത് കേട്ടപ്പോൾ അവൻ്റെ മുഖം വല്ലാതെയായി. അവൻ കാര്യമായി ഒന്നും മറുപടി പറഞ്ഞില്ല. എന്താ മോനെ നീ ഒന്നും മിണ്ടാത്തത്? ഉമ്മ അത് എനിക്ക് ഞാനെങ്ങനെ ഉമ്മ അത് എന്താ മോനെ? നല്ലൊരു പെണ്ണല്ലേ, ചെറിയ പെണ്ണല്ലേ അവൾ. കുറച്ച് ദിവസമല്ലേ നിൻ്റെ ജ്യേഷ്ഠൻ്റെ കൂടെ ജീവിച്ചത്. നല്ലൊരു പെണ്ണ് തന്നെയല്ലേ. എന്നാൽ അതാ ഷാഹുലിൻ്റെ മനസ്സിൽ മറ്റൊരു പ്രണയമുണ്ടായിരുന്നു. അതെ, തൻ്റെ പ്രിയപ്പെട്ട റജിനയെക്കുറിച്ചുള്ള ഓർമ്മകളിലേക്ക് അവൻ്റെ മനസ്സ് അങ്ങ് കാട് കയറിപ്പോയി. റജിന, അവളും ഞാനും പ്രണയത്തിലാണ്. ഞങ്ങൾ തമ്മിൽ പലപ്പോഴും എല്ലാം സംസാരിക്കാനുണ്ട് ചാൻസ് കിട്ടുമ്പോഴൊക്കെ. തൻ്റെ ജീവിതത്തിലേക്ക് അവൾ ഞാൻ കൈപിടിച്ച് കൊണ്ടുവരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ആ വിവരം എൻ്റെ മാതാപിതാക്കളോട് ഞാൻ പറയാൻ നിൽക്കുകയാണ്. വീട്ടിൽ കല്യാണക്കാര്യം പറയുമ്പോൾ അവളുടെ കാര്യം പറയണം, റജിനയെക്കുറിച്ച്. അവളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുള്ളൂ. മോനെ, നീ എന്താടാ ഒന്നും പറയാത്തത്? ഉമ്മയുടെ ശബ്ദം വീണ്ടും. ഉമ്മ. അവൻ ഒന്നും മറുപടി പറഞ്ഞില്ല. കാരണം ഒരു മകൻ നഷ്ടപ്പെട്ട ഒരു ഉമ്മയുടെയും ബാപ്പയുടെയും വേദന എത്രയാണെന്ന് അവൻക്കറിയാം. മൂത്ത മകൻ്റെ മരണത്തിൽ മനം നൊന്താണ് ഉമ്മയും ഉപ്പയും കഴിയുന്നത്. അവർ അതിൽ നിന്നും ഇപ്പോഴും സ്വതന്ത്രരായിട്ടില്ല. ഇനി ഞാൻ എതിർത്ത് പറഞ്ഞാൽ ഒരു പക്ഷേ അവർക്കതൊരു വിഷമമാവൂലേ? അതുകൊണ്ട് അവൻ മൗനം പാലിച്ചു. ഉമ്മ പിന്നീടൊന്നും പറഞ്ഞില്ല. അതെ, അവൻക്ക് സമ്മതമായിരിക്കും എന്നു കരുതി. എന്നാൽ അവൻ പിറ്റേന്ന് തന്നെ തൻ്റെ പ്രിയപ്പെട്ട റജിനയുടെ അരികിലെത്തി. പതിവ് പോലെ അവർ കാണാറുള്ള സ്ഥലത്തെത്തി. അവൻ്റെ മുഖം വല്ലാതായിരിക്കുന്നു. ഷാഹുൽ, എന്തു പറ്റി? എന്തു പറ്റി ഷാഹുൽ? എന്നോടെല്ലാം തുറന്നു പറയോ? ജ്യേഷ്ഠൻ മരിച്ചതിൽ പിന്നെ നിനക്ക് എന്താ അതിൽ നിന്ന് ഇപ്പോഴും മുക്തനാകാൻ സമയമായില്ലേ? മാസങ്ങൾ കഴിഞ്ഞല്ലോ. അതെ, എൻ്റെ ജ്യേഷ്ഠൻ പോയി. പക്ഷേ എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ വീട്ടിലുണ്ട്. അതിനെന്താ? ജ്യേഷ്ഠൻ്റെ ഭാര്യ അവളെ ഞാൻ വിവാഹം കഴിക്കണമെന്നാണ് വീട്ടുകാർ പറയുന്നത്. അത് കേട്ട് റജിന ഒന്ന് ഞെട്ടി. എങ്കിലും മുഖത്ത് പുഞ്ചിരി വിരിയിച്ചുകൊണ്ട് ചോദിച്ചു, ഓഹോ, അങ്ങനെയാണോ? അപ്പോൾ ഷാഹുൽ എന്ത് പറഞ്ഞു? ഞാൻ എങ്ങനെ പറയാനാ? എൻ്റെ മനസ്സിൽ നിറയെ നീയല്ലേ. നീയല്ലാതെ മറ്റൊരു പെണ്ണിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഞാൻ എന്ത് ചെയ്യും റജിന? എന്ത് ചെയ്യാൻ? നിനക്ക് നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനൊന്നും ഇതിൽ പറയുന്നില്ലല്ലോ. പക്ഷെ റജിന, എനിക്ക് നിൻ്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടമുള്ളൂ. വേറെ ആരുടെ കൂടെയും നീ എൻ്റെ മണിയറയിലേക്ക് വരുന്നതും കാത്തിരിക്കുകയാണ് ഞാൻ. അതിനെന്താ? സാരമില്ല. വീട്ടുകാർക്ക് അങ്ങനെ ആഗ്രഹമാണെങ്കിൽ പിന്നീട് എന്നെ കല്യാണം കഴിക്കുന്നതിനോട് അവർക്ക് വിയോജിപ്പായിരിക്കും. എനിക്കൊന്നും പറയാനില്ല. എന്താണ് ഷാഹുലിൻ്റെ മനസ്സിലുള്ളത് അതുപോലെ ചെയ്യാം. അവൾ അത് പറഞ്ഞു. ഷാഹുൽ സങ്കടത്തോടെ വീട്ടിലേക്ക് നടന്നു. എന്നാൽ അന്ന് വീണ്ടും ഉമ്മ റൂമിൽ വന്നു മുട്ടി. മോനെ ഷാഹുൽ, മോനെ. ഉമ്മ, നീ എന്താ ഒന്നും മറുപടി പറയാത്തത്? പിന്നെ അത് ഉറപ്പിക്കാം ട്ടോ. ഇനി ആ പെണ്ണിനെ വെറുതെ കഷ്ടപ്പെടുത്തേണ്ട. പാവം മോളാണ്. അവൾ ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയൊരു ആശ്വാസമാണ് മോനെ. എൻ്റെ മോൻ, ദയവായി ഒന്ന് ആലോചിച്ച് നോക്ക്. അവൾ പോയി കഴിഞ്ഞാൽ പിന്നെ. എന്നാൽ അവൻ മനമില്ലാ മനസ്സോടു കൂടെ അതിന് സമ്മതം മൂളുകയായിരുന്നു. ഷാഹിന, അവൾക്ക് അവളുടെ ഭർത്താവിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു. അവളും ആ മാതാപിതാക്കളുടെ സന്തോഷത്തിനും ഇഷ്ടത്തിനും വേണ്ടി ആ വിവാഹത്തിന് സമ്മതിച്ചു. അങ്ങനെ അതാ നമ്മുടെ ഷാഹിനയുടെയും ഷാഹുലിൻ്റെയും നിക്കാഹ് കഴിഞ്ഞു. അന്ന് രാത്രി അവർ ബെഡ്റൂമിൽ. ഷാഹുൽ അതീവ ദുഃഖിതനായി ഇരിക്കുകയാണ്. രണ്ടുപേരും ആ ബെഡിൻ്റെ രണ്ടറ്റത്തായിട്ട് ഇരുന്നു. എന്നാൽ അതാ നമ്മുടെ ഷാഹിന ചോദിച്ചു, ഷാഹുൽ, ബുദ്ധിമുട്ടായി അല്ലേ? ഒരിക്കൽ പോലും ഞാനത് വിചാരിച്ചതല്ല മോനെ. എനിക്ക് നിൻ്റെ ജ്യേഷ്ഠനെ മറക്കാൻ കഴിയില്ല. എനിക്ക് നിൻ്റെ ജ്യേഷ്ഠൻ്റെ കൂടെ ജീവിക്കുന്നത് തന്നെയാണ് ഇഷ്ടം.
ജ്യേഷ്ഠൻ്റെ ഓർമ്മകളാണ് എനിക്കുള്ളതും ഇപ്പോഴും. ഒരിക്കലും നീയുമായി ജീവിക്കാൻ എനിക്ക് കഴിയില്ലടാ. സത്യം പറയണം ഷാഹുൽ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ആ, നിന്റെ മനസ്സിൽ വേറെ വല്ല ചിന്തകളുണ്ടോ? ഒരു നിമിഷം അവൻ ഒന്നും മറച്ചു വെച്ചില്ല. അതെ, റജ്ന എന്നു പേരുള്ള ഒരു പെണ്ണിനെ ഞാൻ സ്നേഹിച്ചിരുന്നു. ഞാൻ അവളുമായി പ്രണയത്തിലാണ്. എനിക്ക് ഓ ആണല്ലേ, സാരമില്ല. ഉമ്മയുടെയും ഉപ്പയുടെയും ഇഷ്ടത്തിന് വേണ്ടി നമുക്കിങ്ങനെ തന്നെ ജീവിക്കാം. ഞാൻ ഒരിക്കലും നിൻ്റെ പ്രണയത്തിന് എതിരായി നിൽക്കില്ല. നമ്മുടെ ഉമ്മയുടെയും ഉപ്പയുടെയും സന്തോഷം ഇതായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന് സമ്മതിച്ചത്. അവൻ ഫോണും നോക്കി അങ്ങനെ ഇരുന്നു. തൻ്റെ ഭർത്താവിൻ്റെ ഓർമ്മയിൽ അതാ ഷാഹിനയും ജീവിച്ചു. അതെ, ഭർത്താവിന് വേണ്ടി നിസ്കരിച്ചുകൊണ്ടും ദുആ ചെയ്തുകൊണ്ടും അവർ സമയം കഴിച്ചുകൂട്ടി. ഈ സമയം ഷാഹുലും അങ്ങനെ തന്നെ. അവൾ അയച്ച പഴയ മെസ്സേജുകൾ അതെല്ലാം അവൻ നോക്കി. അതെ, നമുക്കൊരുമിച്ച് ജീവിക്കണം, നമ്മുടെ സ്വപ്നങ്ങളെല്ലാം പങ്കിടണം, അങ്ങനെയുള്ള ഒരുപാട് മെസ്സേജുകൾ, അവളുടെ ശബ്ദങ്ങൾ. അപ്പോഴും അവൻക്ക് അവളെ മാത്രമായിരുന്നു ഇഷ്ടം. ഇത്താത്തയെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും അവൻക്ക് ഇഷ്ടമല്ലായിരുന്നു. പാവം ഷാഹിനയും അതുപോലെ തന്നെ ജീവിച്ചു. അവൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഒരിക്കലും എതിര് പ്രവർത്തിക്കില്ല. എങ്കിലും റജ്നയോട് ഉള്ള മെസ്സേജും ഇടയ്ക്കിടയ്ക്കുള്ള ആ ഒരു ശബ്ദവും അവളുടെ മെസ്സേജുകളും എല്ലാം കാണുമ്പോൾ അവളുടെ മനസ്സൊന്ന് വിഷമിച്ചിരുന്നു. കാരണം പേരിന് എൻ്റെ ഭർത്താവൊക്കെ തന്നെയാണ്. പക്ഷേ എൻ്റെ മുമ്പിൽ നിന്ന് അതിങ്ങനെ ആവുമ്പോഴേ എനിക്കൊരു ഇടങ്ങാറ് തോന്നണം റബ്ബേ. അപ്പോഴും തൻ്റെ ഭർത്താവിനെ കുറിച്ചായിരുന്നു അവൾ ചിന്തിച്ചിരുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഷറഫുക്ക എത്ര നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ പോലും എനിക്ക് ഭാഗ്യം കിട്ടിയില്ലല്ലോ. എങ്കിലും ഞാൻ ഷാഹുലിൻ്റെ ജീവിതം ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല. അവൻ അവൻ്റെ ഇഷ്ടമുള്ള പോലെ ജീവിച്ചോട്ടെ. രജനിയുടെ ആ ശബ്ദമൊക്കെ ഫോണിലൂടെയൊക്കെ കേൾക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമം തോന്നും. അത്ര തന്നെ, എൻ്റെ ഭർത്താവ് മരണപ്പെട്ടത് കൊണ്ടല്ലേ എനിക്ക് ഈ അവസ്ഥ വന്നത് എന്നും അവൾ ചിന്തിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നമ്മുടെ ഷാഹുലിനെ വല്ലാതെ പനി പിടിച്ച് കിടക്കുകയാണ്. അവൻ രണ്ടറ്റത്തുമായി ഷാഹിനിയും ഷാഹുലും കിടക്കുകയാണ്. അവർ ഒരിക്കലും പരസ്പരം ടച്ച് ചെയ്തിട്ടില്ല ഇതുവരെയായിട്ട്. ഒരു റൂമിൽ കിടന്നിട്ടുണ്ട് ഉമ്മയെയും ഉപ്പയെയും ബോധിപ്പിക്കുവാൻ വേണ്ടി. പക്ഷേ അവർ ഒരുമിച്ച് ഒരിക്കൽ പോലും ബന്ധപ്പെട്ടിട്ട് പോലുമില്ല. അവൻ പനിച്ച് വിറക്കുകയാണ്. രാത്രിയിൽ അവൻ ഉണർന്നു. വെള്ളം, അവൻ്റെ തൊണ്ടയാകെ വരണ്ട പോലെ വെള്ളം. പെട്ടെന്ന് ഷാഹിന പിടഞ്ഞെണീറ്റു. എന്തു പറ്റി ഷാഹുൽ? എനിക്ക് ശക്തമായി പനി. അപ്പോൾ തന്നെ അവൾ വെള്ളമെടുത്തു അവന് വേണ്ടി വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. അവൾ തുണി നനച്ച് അവൻ്റെ നെറ്റിയിൽ ഇട്ട് കൊടുത്തു. അല്ലാ ഷാഹുൽ, നല്ല പനിയുണ്ടല്ലോ, എന്തു പറ്റി ഇത്? നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. വേണ്ട, അത് മാറിക്കോളും. ശക്തമായ പനി അവനെ വല്ലാതെ വിറക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഷാഹിന, ആ ഒരു വിളിയിൽ അവൾ ഞെട്ടിപ്പോയി. തന്നെ ഇതുവരെ അങ്ങനെ വിളിച്ചിട്ട് പോലുമില്ല. ഷാഹിന, ആ പുതപ്പിട്ട് എന്നെ ഒന്ന് മൂടൂ. അപ്പോൾ അതാ അവൾ നേരെ പുതപ്പ് കൊണ്ട് അവൻ്റെ ശരീരത്തിൽ നല്ല രീതിയിൽ പുതച്ചു കൊടുത്തു. നെറ്റി ഇടയ്ക്കിടെ നനഞ്ഞ തുണി കൊണ്ട് തുടച്ചു കൊടുത്തു. അവൾ ശരിക്കും അതാ അവനെ പരിചരിക്കുകയായി. ആ രാത്രി മുഴുവൻ അവൾ അവൻക്ക് വേണ്ടി കാവലിരുന്നു, അവൻ്റെ തൊട്ടടുത്ത്. എന്നാൽ അതാ ഷാഹിനിയുടെ ആ ഒരു സ്മെല്ല് അവൾ അടുത്തേക്ക് വരുമ്പോൾ ഷാഹുലിൻ്റെ മൂക്കിലൂടെ അടിച്ചു കയറി. അതെ, വല്ലാത്തൊരു സുഗന്ധമായിരുന്നു അവൾക്ക്, ഷാഹിനക്ക്. അവൾ തൊട്ടടുത്ത് തന്നെ തനിക്ക് വേണ്ടി കാവലിരിക്കുന്നു. ഷാഹിന, മോൾ ഉറങ്ങിക്കോ, എനിക്ക് വേണ്ടി. വേണ്ടി ഷാഹുൽ, ഇത്രയും പനിച്ചു കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ ഉറങ്ങും? എനിക്ക് സമാധാനത്തോടുകൂടി ഉറങ്ങാൻ കഴിയോ? ഇല്ല, എനിക്ക് പ്രശ്നമില്ല. അയാളുടെ നെറ്റിയിൽ അവൾ ഇടയ്ക്കിടെ തുടച്ചുകൊണ്ടിരുന്നു. ശക്തമായ പനി കൊണ്ട് വിറക്കുന്ന അവനെ അവൾ തലോടിക്കൊണ്ടിരുന്നു. ആദ്യമായി അവൻ്റെ ശരീരത്തിലേറ്റ ആ ഒരു സ്പർശം അതവനിലും വല്ലാത്തൊരു അനുഭൂതി ഉണർത്തി. അറിയാതെ അവൾ ഉറക്കത്തിലേക്ക് അങ്ങ് വഴുതി വീണുകൊണ്ടിരുന്നു. എന്നാൽ അവൻ്റെ നെറ്റി തഴുകിക്കൊടുക്കുന്നതിനിടയിൽ, അവൻ്റെ നെറ്റിയിൽ തുണി വെച്ച് കൊടുക്കുന്നതിനിടയിൽ അറിയാതെ അവളും പതുക്കെ ഉറക്കത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരുന്നു. അവൻ്റെ ശരീരത്തിൽ അറിയാതെ പിടിച്ചുകൊണ്ട്
അവൾ ആ നെഞ്ചിലേക്ക് അങ്ങ് ഉറങ്ങി വീഴുകയായിരുന്നു. ഒരു നിമിഷം അവൻ അറിയാതെ ഒന്ന് ഞെട്ടി. ഷാഹിന, അത് അവളുടെ സുഗന്ധം എന്നെ വല്ലാതെ ഉത്തേജിപ്പിക്കുന്നു. അത് അവൾക്ക് ഇത്രമാത്രം സുഗന്ധമുണ്ടായിരുന്നോ? എൻ്റെ ഷാഹിന എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളെ ചേർത്ത് പിടിച്ചു. എന്നാൽ അവൾ ഉറക്കത്തിൽ തന്നെയായിരുന്നു. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അവൾ ഉണർന്നു. അല്ലാ, ഞാൻ അവൻ്റെ ശരീരത്തിൽ കിടന്നാണോ ഉറങ്ങിയത്? അവൻ്റെ നെഞ്ചിലേക്ക് മുഖമമർത്തിയാണോ ഞാൻ കിടന്നത്? അവൾ പെട്ടെന്ന് എഴുന്നേറ്റു വിട്ടുനിന്നു. അപ്പോഴേക്കും അവൻ ആ കൈകൾ മുറുകെ ചേർത്ത് പിടിച്ചു. വേണ്ട, അവിടെ കിടന്നോളൂ. ഇത് ഞാൻ നിനക്കുള്ളതല്ലേ, നീ എനിക്കും. ആ രാത്രിയിൽ അതാ അവർ തമ്മിൽ വല്ലാതെ അങ്ങ് അടുത്തുപോയി. എന്നാൽ അവൾക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ മാത്രം മനസ്സിൽ ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ ഒരിക്കലും അവനുമായി ചേരില്ല എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ അറിയാതെ അവൻ്റെ കൂടെ ഞാൻ കിടക്കേണ്ട ഒരവസ്ഥ വന്നു. അവൾക്ക് എന്തോ ആയി. എങ്കിലും അവൾ രാവിലെ എണീറ്റ് അവന് കോഫി കൊടുത്തു. പിറ്റേ ദിവസം ഉമ്മ പറഞ്ഞു, മോൻക്ക് പനിയാണെങ്കിൽ രണ്ടുപേരും ഒന്ന് ഹോസ്പിറ്റലിൽ പോയി വരൂ. അങ്ങനെയതാ അവർ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയിൽ അവൻ ആ കാഴ്ച കണ്ടു. റെജിന മറ്റൊരുതിൻ്റെ കൈ പിടിച്ചുകൊണ്ട് നടക്കുന്ന ആ ഒരു രംഗം. ശരിക്കും അവനെ കണ്ടപ്പോൾ അവൾ ആ കൈ ഒന്ന് വിടുവിപ്പിച്ചു. എന്നാൽ അവൻ്റെ മുഖം വല്ലാതെയായി. മനസ്സിലായി, ഞാൻ ഒഴിഞ്ഞപ്പോൾ അവൾക്ക് മറ്റൊരു ബന്ധം കിട്ടിയിട്ടുണ്ട്. അവനുമായാണ് ഇപ്പോൾ നടക്കുന്നത്. അതെ, എൻ്റെ കൂട്ടുകാരൻ. അവൻക്കത് കണ്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി. അതെ, താൻ ഒഴിഞ്ഞപ്പോൾ അവൾ മറ്റൊരുത്തനെ, എൻ്റെ കൂട്ടുകാരനെ തന്നെ കൂട്ടുപിടിച്ചിരിക്കുന്നു. ശരിക്കും അവളുടെ മുഖം വല്ലാതെയായി അവനെ കണ്ടപ്പോൾ. എന്നാൽ അവൻക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി. എത്ര പെട്ടെന്നാണ് അവൾക്ക് എന്നെ മറക്കാനായത്. എന്നാൽ അന്ന് വീട്ടിലേക്കെത്തിയപ്പോൾ അവന് കൂടുതൽ സ്നേഹം തോന്നി തൻ്റെ പ്രിയപ്പെട്ട ഷാഹിനയോട്. അന്നും വിളിച്ചു അവൻ, ഷാഹിന. ആ ഒരു വിളി കേട്ട് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് വിളിക്കുന്ന പോലെ തന്നെ തോന്നി. ആ, ഒരു ഗ്ലാസ് വെള്ളം എനിക്ക്. ആ, ഞാൻ കൊണ്ടുവരാം. അവൾ വെള്ളവുമായി തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ അരികിലെത്തി. അത് കുടിക്കുമ്പോൾ അവൻ അവളെ തന്നെ നോക്കിയിരുന്നു. ഷാഹിന. അതെ, ആ വിളി തൻ്റെ പ്രിയപ്പെട്ട ഷറഫുക്ക വിളിക്കുന്നത് പോലെ തോന്നി. ഷറഫുക്കയുടെ അതേ മുഖം അവനുള്ളതുപോലെ തോന്നി. ഇക്ക, അവൾ അറിയാതെ വിളിച്ചു. ഷാഹിന, നമുക്ക് ഇന്നു മുതൽ പുതിയൊരു ജീവിതം തുടങ്ങണം, അവൻ അറിയാതെ പറഞ്ഞു. അവൾക്ക് തന്നെ ഞെട്ടിപ്പോയി. അതെന്താ, എന്തു പറ്റി? ഒന്നുമില്ല, യഥാർത്ഥ സ്നേഹം അത് നിൻ്റേതാണ്, നിൻ്റേത് മാത്രം. അതാണ് എനിക്ക് വേണ്ടത്. അങ്ങനെ അതാ അവർ അന്നു മുതൽ ഒന്നായി തീരുകയാണ്. സന്തോഷത്തോടെ അവർ രണ്ടുപേരും ഒരുമിച്ച് ആ മണിയറയിൽ പുതിയൊരു ബന്ധത്തിലേക്ക് കടന്നു. അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമെല്ലാം ആ റൂമിൽ പൂത്തുലഞ്ഞു. ഉമ്മാക്കും ഉപ്പാക്കും ഒത്തിരി സന്തോഷമായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതാ അവൾക്ക് ചെറിയൊരു ഓക്കാനം, ഛർദി, തലകറക്കം. മോൻ ഡ്യൂട്ടിക്ക് പോയതാണ്. മോളെ എന്തു പറ്റി? ഉമ്മ, എനിക്ക് തല കറങ്ങുന്നു. അപ്പോൾ തന്നെ മോനെ വിളിച്ചു ഉമ്മ. ഹലോ മോനെ. ഷാഹുൽ, ഒന്ന് വാ മോനെ. എന്തോ ഉമ്മ, ഇവിടെ വന്നേ. അവൻ ഓടിയെത്തി. അതെ, ഷാഹിനക്ക് ചെറിയൊരു തലകറക്കമൊക്കെ. എന്നാൽ ഒരു നിമിഷം അതാ അവിടെ കിടക്കുന്ന ഷാഹിനയുടെ അരികിലേക്ക് അവൻ ഓടിയെത്തി. എന്തു പറ്റി? ഇക്ക, എൻ്റെ ഡേറ്റ് തെറ്റിയിട്ടുണ്ട്. പെട്ടെന്ന് അവന് സന്തോഷം കൊണ്ട് പടച്ച റബ്ബിനെ സ്തുതിച്ചു. അൽഹംദുലില്ലാ. അവളെ വാരിയെടുത്തു അവൻ കാറിലേക്ക് വെച്ചു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു, കൺഗ്രാജുലേഷൻസ്, നിങ്ങളൊരു പിതാവാകാൻ പോകുന്നു. അവൻ്റെ മനസ്സിൽ ഒത്തിരി സന്തോഷമായി. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ നെഞ്ചോട് ചേർത്തു. അതെ, അവരുടെ ആ ഒരു സങ്കടങ്ങൾ തളം കെട്ടിയിരുന്ന ആ വീട്ടിലേക്ക് അതൊരു കുഞ്ഞ് ജനിക്കുവാൻ പോവുകയാണ്. വൈകാതെ നമ്മുടെ ഷാഹിന പ്രസവിച്ചു. മാഷാ അല്ലാ, ഒരു പെൺകുഞ്ഞ്. ഉമ്മയും ഉപ്പയും സന്തോഷത്തോടെ ആ കുഞ്ഞിനെ താലോലിച്ചു. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അരികിലേക്ക് ഓടിയെത്തിയ അവൻ, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഇന്ന് ഒരു കുഞ്ഞിൻ്റെ ഉമ്മയായിരിക്കുന്നു, എനിക്കൊരു കുഞ്ഞിനെ അവൾ തന്നിരിക്കുന്നു. സന്തോഷത്തോടെ അവൾ അവനെ നോക്കി. അവൻ അവളെ വാരിപ്പുണർന്നു. എൻ്റെ പെണ്ണെ, നീ എനിക്ക് വേണ്ടി, ഇക്ക നമ്മുടെ കുഞ്ഞല്ലേ,
എന്തായാലും സന്തോഷമായി. അവർ വീട്ടിലേക്കെത്തി. സന്തോഷത്തോടെ ആ പൊന്നുമോളും വല്യമ്മയും വല്യപ്പയുമൊക്കെ സുഖസന്തോഷമായി അവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ അവർ അവരുടെ സുഖസുന്ദരമായ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരുന്നപ്പോൾ ബെഡ്റൂമിൽ നിന്ന് ഒരു ദിവസം അവൻ്റെ ഫോണതാ ബെല്ലടിക്കുന്നു. അവൻ ഫോൺ എടുക്കുന്നില്ല. എന്ത് ഫോൺ എടുക്കാത്തത്? ഫോൺ എടുത്തോളൂ. എന്നാൽ അത് മറ്റാരുമായിരുന്നില്ല, റെജിന എന്ന നമ്പറിൽ നിന്നായിരുന്നു അത് വന്നത്. ഒരു നിമിഷം അവൻ ആ ഫോൺ കട്ട് ചെയ്തിട്ട് പറഞ്ഞു, ആരാ ഇക്ക വിളിച്ചത്? അത് റോങ് നമ്പറാ മോളെ. അതെ, ഒരിക്കൽ പോലും അവളുടെ ആ ഒരു വിളി ഇനി തൻ്റെ ജീവിതത്തിലേക്ക് വരരുത്. വന്നു കഴിഞ്ഞാൽ എൻ്റെ ഈ സന്തോഷകരമായ ജീവിതം അത് നഷ്ടപ്പെട്ടു പോകും എന്ന് അവൻക്കറിയാമായിരുന്നു. കാരണം ഒരു നിമിഷം കൊണ്ട് അവൾ കാലുമാറിപ്പോയി. മറ്റൊരുത്തൻ്റെ കൂടെ, എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ അവൾ പോയി. അപ്പോൾ അവൾക്ക് എന്നോട് യഥാർത്ഥ സ്നേഹമല്ലായിരുന്നു. അവളുടെ മനസ്സിൽ ആദ്യമേ അവനുണ്ടാകുമായിരുന്നു. എത്ര പെട്ടെന്നാണ് മാറിയത്. ഇപ്പോഴെനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഷാഹിന മാത്രം, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, എൻ്റെ കുഞ്ഞിൻ്റെ ഉമ്മ, എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും മരുമകൾ. ഷാഹിന, മരിക്കോളം നീ വേണം എൻ്റെ കൂടെ ട്ടോ. സ്നേഹത്തോടെ അതാ ഷാഹുൽ അവളെ നെഞ്ചോട് ചേർത്തു. ഒരുപാട് ചുംബനങ്ങൾ അർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് രേഖപ്പെടുത്തണേ. ഇതുപോലുള്ള കഥകൾ ലഭിക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു. അസ്സലാമു അലൈക്കും.